എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഒരുപാട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ചാനലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോണിറ്റൈസ് ആയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുപോലെ വരാഹി അമ്മയുടെ അനുഗ്രഹവും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ മന്ത്രം ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്കറിയാം എൻ്റെ ഈ ഒരു ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ പല തരത്തിലുള്ള വിഷമങ്ങൾ ഉള്ള വ്യക്തികളാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ വിഷമങ്ങൾ മാത്രവുമല്ല, വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ്, എന്നാൽ സന്തോഷത്തെക്കാളും കൂടുതൽ വിഷമം തങ്ങി നിൽക്കുന്ന കുറേ മനസ്സുകൾ ഈ ഒരു കൂട്ടത്തിലുണ്ടെന്നറിയാം. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ എന്തായാലും നമുക്ക് തന്നെ കണ്ടെത്താവുന്നതാണ്, അല്ലേ? പ്രാർത്ഥിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടും. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റെസ്പോൺസ് നമ്മുടെ ദേവിയുടെ സൈഡിൽ നിന്നുണ്ടാവും, അല്ലേ? എന്ന് പറയുന്ന മാതിരി ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മന്ത്രജപം വളരെ ശക്തിയേറിയ മന്ത്രജപമാണ്. ഈ ഒരു മന്ത്രം നിങ്ങൾ ദിവസം 108 തവണയോ അല്ലെങ്കിൽ 21 തവണ 21 ദിവസം തുടർച്ചയായി ജപിച്ച് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ്. അതുകൂടാതെ ഈ ഒരു മന്ത്രജപത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ കുടുംബ ഐക്യം, അതുപോലെ ദുഷ്ടശക്തികളിൽ നിന്നും നമുക്ക് അവരിൽ നിന്നും നമുക്കൊരിക്കലും ഒരു മോശമായ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. കാര്യം അവർ നമ്മളെ അടുക്കാൻ പറ്റില്ല, നമ്മളോളം അവർ വളർന്നിട്ടില്ല. അതായത് ദേവിയുടെ ഭക്തരെ ഒരിക്കലും അവർക്ക് തരം താഴ്ത്താൻ പറ്റില്ല. അല്ലെങ്കിൽ മോശമായ രീതിയിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങ് ഡൗണായി പോവും എന്നുള്ളൊരു വിചാരം നമുക്ക് ഉണ്ടാവും. പക്ഷേ അവർക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് നടന്നു കിട്ടാനായിട്ടുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മൾ ഒരു തരത്തിലും നമ്മളുടെ മനസ്സ് വിഷമിപ്പിച്ച് നമ്മൾ ഓരോ അസുഖങ്ങൾ വരുത്താതിരിക്കുക. ഇത് റിക്വസ്റ്റാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അവരുടെ കുടുംബപരമായുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നങ്ങൾ, തൊഴിൽ രഹിതർ, എത്ര പഠിച്ചിട്ടും തൊഴിൽ ലഭിക്കുന്നില്ല, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ ഒരാൾ നന്നാവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഒരിക്കലും നശിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. അത് നമുക്ക് തന്നെ തിരിച്ചടിക്കും. അവർ നമ്മളോട് മോശമായി പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ നശിച്ചു പോകാനായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കുകയുള്ളൂ. ഒരിക്കലും നമ്മളങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചിലപ്പോൾ കേൾക്കത്തില്ല, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ്. അത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേട്ട മാതിരിയാണ്. ഓക്കെ, അപ്പോൾ വരാഹി അമ്മയെ ആരാധിക്കുക. പ്രത്യേകിച്ച് സമയങ്ങളൊന്നും നമുക്ക് അറിയാം. ഞാനത് കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. പ്രത്യേകിച്ച് സമയമൊന്നും തന്നെ ഇല്ല ഇതിനകത്ത് വരുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം സന്ധ്യാദീപം തെളിയിക്കുന്ന സമയം പ്രാർത്ഥിക്കുക. 21 തവണ ജപിച്ചു കഴിഞ്ഞാലും മതി. നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 21 ദിവസം 21 തവണ ഈ ഒരു മന്ത്രം തുടർച്ചയായി ജപിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഏതാ മന്ത്രം എന്നുള്ളത് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം ഡെയിലി ജപിക്കേണ്ടതാണ്. ഓം സർവാരാധ്യായ നമഃ. ഓം സർവാരാധ്യായ നമഃ. ഓം സർവാരാധ്യായ നമഃ. ഓം സർവാരാധ്യായ നമഃ. ഓം
സർവാരാധ്യായ ഓം സർവാരാധ്യായ നമഃ. 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 ഓം സർവാരാധ്യായ